എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. അങ്ങനെ നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിലെ 18ാമത്തെ ദിവസവും ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വെയിറ്റ് ലോസ് തുടങ്ങിയിട്ട് 2ാമത്തെ ആഴ്ച മുതൽ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് വെയിറ്റ് ലോസിനായിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാം, ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ആദ്യമായി നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്ന് നോക്കാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതും ഞാനിപ്പോൾ ഉപയോഗിച്ചു വരുന്നതുമായിട്ടുള്ള രീതിയാണ് 8:16 എന്നുള്ള രീതി. അതായത് 24 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ 8 മണിക്കൂർ ഭക്ഷണം കഴിക്കാം, ബാക്കിയുള്ള 16 മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്യാം. ഈ ഒരു രീതിയാണ്. ഈ ഒരു 8 മണിക്കൂർ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകിട്ട് 5 മണിക്ക് ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള 8 മണിക്കൂറാണ്. ഇതുപോലെ നിങ്ങളുടെ സമയത്തിനും അതുപോലെ തന്നെ സൗകര്യത്തിനനുസരിച്ച് 8 മണിക്കൂർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ബാക്കിയുള്ള 16 മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ഫാസ്റ്റിംഗിലാണ്. നമ്മൾ വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ, ബാക്കി ഒന്നും തന്നെ കഴിക്കുന്നില്ല. പിന്നെ തലകറക്കമോ BP കുറവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചെറുനാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് കാലറീസ് ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിൽ ചെറിയ പാനീയങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് കഴിക്കാം. എങ്കിലും നമ്മൾ വെയിറ്റ് ലോസിനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ മാക്സിമം നമ്മൾ വെള്ളം തന്നെ കുടിക്കാനായിട്ട് നോക്കുക, മറ്റു പാനീയങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടും നോക്കുക. ഇനി ഇത്രയൊക്കെ ഫാസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ, തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് 12:12 എന്ന രീതി. 12 മണിക്കൂർ ഫാസ്റ്റിങ്ങും 12 മണിക്കൂർ ഭക്ഷണം കഴിക്കും. രാവിലെ നമ്മൾ ഒരു 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 8 മണി വരെ ഭക്ഷണം കഴിക്കാം. അതിനുശേഷം പിന്നെ 12 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യണം. ഈ ഒരു രീതിയിൽ ഫാസ്റ്റ് ചെയ്യുന്നത് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പവും അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാത്തതുമാണ്. ഈ ഒരു 12:12 എന്ന രീതി ആദ്യം നമ്മൾ അഡോപ്റ്റ് ചെയ്ത ശേഷം പിന്നീട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് 10:14. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ വിൻഡോ പീരീഡ് കുറച്ചുകൂടി ഒന്ന് കുറയ്ക്കുന്നു. 12 എന്നുള്ളത് 10 ആക്കി ചുരുക്കുക. അതുപോലെ ഫാസ്റ്റിംഗ് കുറച്ച് കൂട്ടുക, 2 അവറും കൂടി കൂട്ടിയിട്ട് 14 മണിക്കൂർ ഫാസ്റ്റിംഗ് എന്നുള്ള രീതിയിലേക്ക് മാറുക. അതും കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാജ്വലി എത്തേണ്ട ഒരു രീതിയാണ് 8:16 എന്ന രീതി. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഡിന്നർ മാക്സിമം നേരത്തെ കഴിക്കാനായിട്ട് നോക്കുക. നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഡിന്നർ ടൈം ഏകദേശം 7 മണി എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 7 മണിയിൽ നിന്ന് 5 മണിയിലേക്ക് വരുമ്പോൾ എനിക്ക് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളൊന്നും തന്നെ അനുഭവപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന 3 രീതികൾ ആദ്യം പരിചയപ്പെട്ടു. അതായത് 12:12 എന്ന രീതി, രണ്ടാമത്തത് 10:14 എന്ന രീതി, ആൻഡ് ലാസ്റ്റ് വൺ 8:16 എന്ന രീതി. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള 4:20 എന്നുള്ള രീതിയാണ്. അതായത് 4 മണിക്കൂർ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, പക്ഷെ 20 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യണം. ആ ഒരു രീതി. ഇത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള രീതിയാണ്. എങ്കിലും നമ്മൾ ഫാറ്റ് ബേൺ ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണിത് 4:20. എങ്കിലും നോർമലി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഈ ഒരു 4:20 ഷിഫ്റ്റ് ചെയ്യാന്നുള്ളത് ഒരിക്കലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പകരം നിങ്ങൾ ഗ്രാജ്വലി തന്നെ വേണം ഈ ഒരു ടൈം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു വരാനായിട്ട്. ആദ്യം കുറച്ച് നേരത്തെ ഡിന്നർ കഴിച്ചു തുടങ്ങുക, അതിനുശേഷം ഈ ഒരു പറഞ്ഞിട്ടുള്ള 3 രീതിയിലേക്ക് പതിയെ പതിയെ വന്ന ശേഷം മാത്രം നിങ്ങൾ അവസാനം 4:20 എന്നുള്ള രീതിയിലേക്ക് എത്താനായിട്ട് നോക്കുക. ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുമെങ്കിലും ലോങ് ടേം ആയിട്ട് ഈ ഒരു രീതി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പകരം ഷോർട്ട് ടേം ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ഒക്കെ കുറയ്ക്കണമെങ്കിൽ പതിയെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലേക്ക് എത്താം. അതുപോലെ ചെയ്യാവുന്ന മറ്റൊരു രീതിയാണ് ഓൾട്ടർനേറ്റീവ് ഡേ ഫാസ്റ്റിംഗ്. അതായത് ഒരു ദിവസം നിങ്ങൾ നോർമലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കണം. ഏകദേശം 600 കാലറീസിൽ താഴെയുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. പിറ്റേ ദിവസം വീണ്ടും നോർമലായിട്ട് കഴിക്കുക. ഈ ഒരു രീതിയിൽ ഫാസ്റ്റ് ചെയ്യുന്നതും നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാനും അതുപോലെ മെറ്റബോളിസം നന്നാക്കാനും ഒക്കെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലുള്ള മറ്റൊരു രീതിയാണ് ഈറ്റ് സ്റ്റോപ്പ് ഈറ്റ് രീതി. അതായത് ആദ്യത്തെ ദിവസം നോർമലി ഭക്ഷണം കഴിക്കുന്നു, പിറ്റേ ദിവസം ഒട്ടും തന്നെ ഭക്ഷണം കഴിക്കുന്നില്ല, കംപ്ലീറ്റ്ലി ഫാസ്റ്റ് ചെയ്യുന്നു. അതിന്റെ പിറ്റേ ദിവസം വീണ്ടും നോർമലി ഭക്ഷണം കഴിക്കുന്നു. 2 ദിവസം ഭക്ഷണം കഴിക്കുകയും അതിനിടയ്ക്കുള്ള ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഫാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണിത്. ഈ ഒരു രീതിയിൽ ഒരാഴ്ചയിൽ 2 ദിവസമൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫാസ്റ്റ് ചെയ്യാം. പിന്നീട് ചെയ്യാവുന്ന മറ്റൊരു രീതിയാണ് 5:2 മെത്തേഡ്. അതായത് ഒരാഴ്ചയിൽ 5 ദിവസം നോർമലി ഭക്ഷണം കഴിക്കുന്നു, 2 ദിവസം കാലറീസ് കുറഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 500-നും 600-നും താഴെയുള്ള കാലറീസ് നമുക്ക് ഈ ഒരു സമയത്ത് കഴിക്കാം. അടുത്ത വരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡഡ് ഫാസ്റ്റിംഗ് ആണ്. 36 മണിക്കൂർ, 48 മണിക്കൂർ, 72 മണിക്കൂറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫാസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് എക്സ്റ്റെൻഡഡ് ഫാസ്റ്റിംഗ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നോർമലി വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നത്. ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ
വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഫാസ്റ്റിംഗ് എടുക്കുന്നത്. ഇതിനെ നമ്മൾ വാട്ടർ ഫാസ്റ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇതിന് ഒത്തിരി അധികം ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഫാറ്റ് നന്നായിട്ട് ബേൺ ചെയ്യാനും അതേപോലെ തന്നെ ഓട്ടോഫാജി അഥവാ ശരീരത്തിന് ആവശ്യമില്ലാത്ത കോശങ്ങളെ നശിപ്പിച്ച് കളഞ്ഞ് ശരീരത്തെ ഹെൽത്തി ആക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ്ലി മറ്റൊരു ഫാസ്റ്റിംഗ് രീതിയും എടുക്കാതെ ഡയറക്റ്റ്ലി നമ്മൾ ഈ എക്സ്റ്റെൻഡഡ് ഫാസ്റ്റിംഗിലേക്ക് കടക്കാൻ പാടില്ല. കാരണം പെട്ടെന്ന് നമ്മൾ ഈ ഇതുപോലെ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുമ്പോൾ അത് ശരീരത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി മറ്റ് ഫാസ്റ്റിംഗ് രീതികൾ അവലംബിച്ചിട്ട് വേണം ഗ്രാജുവലി ഈ ഒരു എക്സ്റ്റെൻഡഡ് ഫാസ്റ്റിംഗിലേക്ക് എത്താനായിട്ട്. അതും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മെഡിക്കേഷൻ എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് അഡ്വൈസ് ചോദിച്ചിട്ട് വേണം ഇത്തരം ഫാസ്റ്റിംഗിലേക്കൊക്കെ കടക്കാനായിട്ട്. ഇനി വെയിറ്റ് ലോസിനായിട്ടാണ് നിങ്ങൾ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറയാം. ഒന്നാമത് ഷുഗർ അഥവാ മധുരം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ജങ്ക് ഫുഡ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അമിതമായിട്ട് കലറീസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. അതേപോലെ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിലേക്ക് എത്തുന്ന സമയത്ത് പതിയെ നമ്മളെ വിശപ്പ് കുറഞ്ഞു വരും. അപ്പൊ ആളുകൾ ചെയ്യുന്ന എന്താ, ഈ ഒരു മീൽസ് ഒക്കെ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങും, ഭക്ഷണം വളരെയധികം കുറയ്ക്കും. ഇതൊക്കെ തന്നെ നെഗറ്റീവ് ഇഫക്റ്റ് ആണ് സത്യം പറഞ്ഞാൽ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിൽ തരുന്നത്. അതായത് നമുക്ക് ന്യൂട്രീഷൻ തരാൻ പറ്റുന്ന ഫുഡ് നമ്മൾ വളരെ കുറച്ച് സമയം മാത്രമേ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുഡിൽ നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ശരീരത്തിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ന്യൂട്രിറ്റീവ് വാല്യൂ കൂടിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. അതുപോലെ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് വെയിറ്റ് ലോസ് വരില്ല കേട്ടോ. പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ എന്റെ വെയിറ്റ് ഒന്നും കുറയുന്നില്ല എന്നുള്ളത്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട. ഗ്രാജുവലി നമ്മുടെ ശരീരം ആ ഒരു ഫാറ്റ് ബേണിലേക്ക് വരും. കുറച്ച് സമയം എടുക്കുന്നു മാത്രം. അത് ക്ഷമയോടുകൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതേപോലെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, എല്ലാ ദിവസവും വെയിങ് മെഷീനിൽ കയറി നിൽക്കുന്നത് ഒന്ന് ഒഴിവാക്കുക. പകരം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നമ്മളെ വെയിറ്റ് നോക്കാനായിട്ട് നമ്മൾ മാറ്റിവെക്കുക. എല്ലാ ദിവസവും നോക്കുമ്പോൾ നമ്മുടെ ഓരോ ദിവസത്തെ കോൺഫിഡൻസ് വളരെയധികം കുറഞ്ഞു വരും. ബിക്കോസ് വെയിറ്റ് കുറയാന്നുള്ളത് നമ്മളൊരു ഫൈനൽ റിസൾട്ടാണ്. അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മളെ മസിൽസ് ഒക്കെ സ്ട്രെങ്തൻ ആവുന്നുണ്ട്, നമ്മളെ ഫാറ്റ് ബേൺ ചെയ്യുന്നുണ്ട്, ശരീരത്തിന് ഷേപ്പ് വരുന്നുണ്ട്, ഇങ്ങനെ അല്ലെങ്കിൽ ഇഞ്ചസ് കുറയുന്നുണ്ട്, നമ്മുടെ വേസ്റ്റിന്റെ ഒക്കെ അല്ലെങ്കിൽ ചെസ്റ്റിന്റെ ഒക്കെ ഇഞ്ചസ് കുറയുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ വെയിറ്റ് കുറയുന്നില്ല. അത് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ഗ്രാജുവലി വെയിങ് മെഷീനിലും ആ ഒരു ചേഞ്ചസ് ഒക്കെ നമുക്ക് കണ്ടു തുടങ്ങും. എന്തായാലും നമ്മൾ വളരെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ചിന്ത കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് എനിക്ക് കഴിക്കാവുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഞാൻ കഴിക്കും, പകരം എൻ്റെ വെയിറ്റ് ഗ്രാജുവലി കുറഞ്ഞാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറാനായിട്ട് നോക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. ഈ ഒരു രീതിയിൽ ഫാസ്റ്റ് ചെയ്താൽ വെയിറ്റ് ലോസ് മാത്രമാണോ നമുക്ക് കിട്ടുന്നത്, അല്ലാതെ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നതെന്നും കൂടി നമുക്ക് സംസാരിക്കാനുണ്ട്. അത് നാളത്തെ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. രാവിലെ എഴുന്നേറ്റ് 3 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു. പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വെയിറ്റ് ലോസ് ഡ്രിങ്കുകളൊന്നും ഞാൻ കുടിക്കാത്തത് എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൽ താല്പര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും വെയിറ്റ് ലോസ് ചെയ്യുമ്പം അവരവരുടെ രീതിക്ക് അനുസരിച്ച് വേണം ചെയ്യാൻ. എനിക്ക് വെയിറ്റ് ലോസ് ഡ്രിങ്കുകൾ കുടിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് ഞാൻ അത് പ്രിഫർ ചെയ്യുന്നില്ല. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ഇഷ്ടം പോലെ വീഡിയോസും ഒക്കെ തന്നെ യൂട്യൂബിൽ ഒരുപാട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, കൺവീനിയന്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഹെൽത്തിന് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം. ഓക്കെ, ഇതിപ്പോ നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളം തന്നെയാണ്. അപ്പൊ ഇതിൽ യാതൊരു പ്രശ്നവുമില്ല. ആസിഡിറ്റിയോ ഗ്യാസ്ട്രൈറ്റിസോ പ്രശ്നങ്ങളോ ഒന്നും ആർക്കും വരില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്നത് വെള്ളം ആയതുകൊണ്ട് ഞാനും വെള്ളം തന്നെയാണ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇന്ന് 30 മിനിറ്റ്സ് സൂംബ ചെയ്തു. 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായി കഴിച്ചത് ഒരു ചപ്പാത്തിയും ചെറുപയർ പുഴുങ്ങിയതും 2 പീസ് ചിക്കനും സവാളയുമാണ്. പിന്നീട് 11 മണിക്ക് ഒരു കരിക്കിന്റെ വെള്ളവും അതിന്റെ കാമ്പും കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു. ഉച്ചയ്ക്ക് 2 പീസ് ചിക്കനും 3 റോബസ്റ്റ പഴവും കഴിച്ചു. 5 മണിക്ക് ചെറുപയർ പുഴുങ്ങിയതും വാഴപ്പിണ്ടി ഉപ്പേരിയും 3 പീസ് മീനും 1 റോബസ്റ്റ പഴവും കഴിച്ചു. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നാളത്തെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.